എന്ത് രസാലേ ഇവിടെ നാട് കാണാൻ. ശരി, ഭയങ്കര ശാന്തത. ഇതൊന്നുമല്ല, ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ആ അത് പറഞ്ഞപ്പോളാ നീ നല്ല മീൻ വറുത്തിയും ചോറും കിട്ടാൻ സ്ഥലം ഉണ്ട് നാട്ടിലെ, നമുക്ക് അങ്ങോട്ട് വിട്ടാലാ? ഇതേ പെണ്ണെ നീ നിർത്തിക്കോ. മൂക്ക് മുട്ടം തിന്ന് ഏമ്പക്കം വിട്ട് പോകാനായിട്ട് ഇത് ഉല്ലാസ യാത്രക്ക് വന്നേക്കണമല്ലോ. അതെ, വേറെ കുറെ പരിപാടി ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ വീട്ടിൽ വന്നപ്പോ രണ്ടുപേരും അമ്മ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ആ കുട്ടി മരിച്ചതിന് ശേഷം ആന്റി ഞങ്ങളും അവിടുന്ന് പോയിന്നാ പറഞ്ഞു കേട്ടെ. ഇനിയിപ്പോ നമ്മൾ ആരോട് എന്താ അന്വേഷിക്കാനായിട്ടാ? ഒറ്റ മോളല്ലേ അവർക്ക്. അത് പോയപ്പം അവർ തകർന്നു പോയിട്ടുണ്ടാവും. അതിന്റെ പ്രസവത്തിലുള്ള സ്ഥലത്ത് താമസിക്കാനും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എടാ, എന്നാലും ഇത്ര ദൂരം വന്നിട്ട് എങ്ങനെ ഒന്നും അറിയാണ്ട് തിരിച്ചു പോണത്? പിന്നെ നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, മീരയ്ക്ക് രോഗമാണെന്ന് അറിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആള് മരിച്ചു പോയെന്ന്. അതിനിപ്പോ എന്താ? ഇതേപോലെ എത്ര കേസുകൾ നടന്നേക്കണ്. രോഗം വന്ന ആ ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ അവർ അറിയുന്നത്. അപ്പോഴേക്കും അവർ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല ഫീൽ ചെയ്യണേ. ഉറപ്പായിട്ടും മീര മരിച്ചേക്കണത് ക്യാൻസർ വന്നിട്ടല്ല, അത് വേറെ ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ അവരതിനെ ക്യാൻസർ ആക്കിയത്. അതുകൊണ്ടാ പുറം ലോകമായിട്ടുള്ള ബന്ധം പിന്നീട് ഈ പാരൻസ് വരെ നിർത്തിയത്. അത് ശരിയാ. മീര ഓൾറെഡി ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇപ്പൊ എന്ത് കാരണം കൊണ്ടും വീട്ടിനകത്തിരുന്നാലും നാട്ടുകാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാവില്ല. ചേട്ടാ, ഇതൊക്കെ വേറെ നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. ശരി, നീ പറഞ്ഞ സത്യം തന്നെ ഇരിക്കട്ടെ. അടുത്ത നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും മീരയുടെ പാരൻസിൻ്റെ അടുത്ത് പോയി അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ ആയൊന്നും കിട്ടാൻ പോണില്ല. എങ്ങനെയെങ്കിലും മീരയുടെ വീട്ടിൽ കയറാൻ പറ്റണം. എടാ, ഇനി ആ വീട്ടിൽ ആരും ഇല്ല, അത് അടച്ചിട്ടേക്കോടാ. പക്ഷെ ഇവളെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ആ വീടിന്റെ താക്കോല് മീരന്റെ അങ്കിളുടെ കയ്യിലുണ്ടെന്ന് അങ്ങനെ പറഞ്ഞത്. അതിന് നീ പോയപ്പോ താക്കോല് മേടിക്കണം. ഇവിടെ എന്തീ പറയണത്? ഞാൻ എങ്ങനെ പോയി മേടിക്കാനായിട്ടാ? എടി, വീട് റെന്റ് നോക്കാൻ വേണ്ടി 2 ടീംസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് താക്കോല് വാങ്ങിക്കാലോ. എടാ, അതിന് അവന്റെ റെന്റിന് കൊടുക്കാൻ വെച്ചേക്കണ വീടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്യാറുന്നില്ലായിരുന്നു അത്. എടാ, അതാ ഞാനും പറഞ്ഞു. ഇതിലപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വീട് അടച്ചിട്ട് പോവുക, അത് ആർക്കും കൊടുക്കാണ്ടിരിക്കുക, പുറം ലോകമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക. പിന്നെ ആ റീത്താൻറ്റി എന്നോട് പറഞ്ഞതല്ലേ ഈ മീര ക്യാൻസർ ഒന്നും നല്ല മരിച്ചെന്നുള്ളത്. ശരിയാ, അനക്കും ഇപ്പൊ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറണം പ്രിയ. ഇതാണ് സത്യമെങ്കിൽ അവർ ഓൾറെഡി ആ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടായിരിക്കില്ല അവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത്. മനുഷ്യൻ എത്രയൊക്കെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തെളിവും അവിടെ എവിടെയെങ്കിലും അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. പ്രിയ, നമുക്ക് എങ്ങനെയെങ്കിലും ആ വീടിന്റെ കീ സംഘടിപ്പിക്കണം. നമുക്ക് പോവാ. ഓക്കെ, വാ. എന്താ താക്കോല് കിട്ടിയിട്ടുണ്ട്, നമുക്ക് വേഗം ഇറങ്ങണം. താക്കോല് തരാൻ അയാൾക്ക് ഒരു മനസ്സുണ്ടായിട്ടില്ല. അയാൾ മീരന്റെ അച്ഛനെ വിളിക്കാന്നെല്ലാം പറഞ്ഞതാ. മീരന്റെ അച്ഛൻ ഫോൺ കൊടുത്തില്ല. എടുക്കാണ്ടിരുന്ന എന്തായാലും നന്നായി എടുത്തിരുന്നു. നിങ്ങൾ എന്തായാലും ഈ താക്കോല് സമ്മതിക്കില്ലായിരുന്നു. റെന്റിന് നോക്കാന്നു പറഞ്ഞിട്ടൊന്നും ആളെ സമ്മതിക്കണ്ടായിരുന്നു. ഇവള് മീരന്റെ കൂട്ടുകാരിയാന്നും പിന്നെ എന്തോ സാധനം അവിടെ വീട്ടിലിരിപ്പുണ്ട് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെയാണ് ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ കിട്ടിയത്. പോവാ. എടാ, നിങ്ങൾ ഒരു പണിയെ പോയി തപ്പിക്കോ. ഞാൻ ഈ ലേബേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്റെ സാറാ, നീ വെറുതെ ഒരു പണി ഒപ്പിക്കല്ലേ. അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. നമുക്ക് ഇതേനു ആ മീരേന്റെ വീട്. ഒരു മേനയില്ലല്ലോ ഇത്. നമ്മളതിന്റെ ഇത് മേടിക്കാൻ വന്നതല്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും അത് കിട്ടുമോന്നൊന്നും നോക്കണം. വാ. ചിലപ്പോ ഇതായിരിക്കുമോ സാറ പറഞ്ഞ തെളിവ്? ഇതെന്ത് തെളിവ്? അല്ല, എന്റെ ബലമായ സംശയം ഈ മരിച്ചുപോയ മീരക്കൊരു കാമുകനുണ്ടേനു. ആ കാമുകൻ കൊടുത്ത ഗിഫ്റ്റായത്. എന്നിട്ട് അല്ല, അപ്പൊ നമുക്കൊരു തീരുമാനമായില്ലേ? എന്റെ അനു, അല്ല വേണ്ടെങ്കിൽ പ്രശ്നം. അനു, കാര്യത്തിന്റെ സീരിയസ്നെസ് നിനക്ക് അറിയാവുന്നതാണ്. ചുമ്മാ തമാശകളെ വിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് നോക്ക്. ഞാൻ അവിടെ നോക്ക്, ഞാൻ അങ്ങോട്ട് നോക്കാം. ഇത് മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നവരാ.
ചേർമയുള്ള താക്കോൽ കൂട്ടം കീഴും പറയൂമേ കാതിലുണ്ടൊരു കാറ്റുമാല ആ നീ വന്നാ? എടി ആടിലെ നോക്കിയത് ആടിലൊന്നും ഇല്ല. ചേർമയുള്ള താക്കോൽ കൂട്ടം കീഴും പറയൂമേ കാതിലുണ്ടൊരു കാറ്റുമാല കണ്ടണിയലഞ്ച എന്താണു എന്താണു നിനക്ക് എന്താ പറ്റിയേ? തമ്പീരാൻ നോയമ്പ് തുണയായിരിക്കണോ അലങ്കാരമങ്ങന ധരിച്ചു കാട്ടേണോ അഴകുള്ള ചേലയും കെട്ടി ഉടുത്തുതേ അരയില്ലരഞ്ഞാണമിട്ടതും എന്ത് സാധനം ഇപ്പൊ നമ്മള് കണ്ടത്? ആരെ കണ്ടത്? നമ്മളിതിപ്പോ ആരെ കണ്ടോണ്ടിരിക്കണേ? ആർക്കറിയാം? സത്യം പറ സാറാ, നീ ആരാ? ഇതേ പ്രിയ ചുമ പ്രാന്താക്കല്ലേട്ടാ. സ്വന്തം മോഹം കണ്ട് പേടിക്കേണ്ടി വന്ന എന്റെ ഗതികെട്ട അവസ്ഥ ഞാനപ്പോ ആരോട് പറയും? എടി നീ ട്വിൻസ് എങ്ങാനാണോ? എന്റെ അറിവിൽ ഞാൻ ഒരാളെ ഉള്ളൂടാ. ഇനി നീ അറിയാതെ നിന്റെ വീട്ടുകാർക്ക് വല്ലതും വേറെ കുട്ടികളോ മറ്റോ വല്ലതും ഉണ്ടോ? എടി അത് നിന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ ചോദിക്കണമെന്നല്ല, നമുക്ക് പ്രാന്ത് പിടിക്കാണ്ടിരിക്കാൻ ചോദിച്ചതാ. ഒന്നില്ലെങ്കിൽ നീ ഞങ്ങളെ പറ്റിക്കണം, ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ പറ്റിക്കണം. ഇതിലെന്തായാലും ഒരു പറ്റിക്കൽ ഉറപ്പാണ് സാറാ. എന്തായാലും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അതെന്താ സാറ് നിന്റെ സംസാരത്തിലൊരു വ്യത്യാസം? എന്താടി? ഒന്നുമില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അതെ, ഉള്ള ജീവനും കൊണ്ട് നാട് പിടിക്കാവാ. ഓ എന്തെല്ലാം നടന്നത്. ആലപ്പുഴ പോയത് മാത്രം ഓർമ്മയുണ്ട്. എന്നാലും ആരാടിയാ വന്നത്? ഞാൻ എന്തായാലും അവിടെ ഇരുന്ന് ആ ബുക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനിടക്ക് നീ അതും എടുത്താ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല നിന്റെ വീട്ടിൽ നിന്ന് എന്താ ഹെയർ എക്സ്റ്റൻഷൻ പോവാത്തേന്ന്? എന്നാലും ഇവര് തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? എടാ മഴ വന്നിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് കയറിയല്ല. എന്നാ പോവാ. എന്റെ വീട്ടിൽ പോയിട്ട് ഈ ടോപ്പിക് ഒന്ന് സംസാരിക്കട്ടെ. മുറിയിൽ കയറിയിട്ട് പറയാനില്ല. ഇത് ആരടച്ചേട്ടാ, അവര് മുറിയിലിരിക്കണ, നമുക്കപ്പോ ഇവിടെ ഇരിക്കാം. ചേട്ടാ നമുക്കൊരു അബദ്ധം പറ്റി. ഈ എടുപിടിയെന്ന് പറഞ്ഞ നമ്മളിങ്ങോട്ടേക്ക് ഇപ്പൊ വരണ്ടായിരുന്നു. ആ മീരയുടെ പാരന്റ്സിനെയും കൂടി കണ്ടിട്ടൊന്ന് പോന്നാ പോരായിരുന്നാ? എടാ ഇനി അതിന് അവരിങ്ങോട്ടേക്ക് മാറിയേക്കണ എറണാകുളത്തേക്ക്. അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉള്ളത്, കസിൻസ് ഒക്കെ. അതെന്തായാലും നന്നായി, നമുക്കെന്നാ പിന്നെ നേരിട്ട് പോയി സംസാരിക്കാലോ. അത് പറഞ്ഞപ്പോഴാ ഞാൻ ആ നെയ്ബേഴ്സിന്റെ അടുത്ത് അന്വേഷിക്കാൻ പോയില്ലേ, അതിലൊരു ചേച്ചി, അവരുടെ വീടിനടുത്തുള്ള ചേച്ചി പറയണ്ടായി, ഈ മീര മരിക്കണ ആ ഒരു ടൈമില് ഈ പുള്ളിക്കാരി ഇടയ്ക്ക് കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെന്ന്. എന്നിട്ട് ഇവരത് അന്വേഷിക്കാൻ പോകുമ്പോൾ അതിന്റെ പാരന്റ്സ് പറയണത് ഈ രോഗമാണെന്ന് അറിഞ്ഞതിന്റെ നിരാശ ഡിപ്രഷനൊക്കെ വന്ന് അതിന്റെ ഇതാന്നൊക്കെ പറഞ്ഞ്. അത് മാത്രമേ ഉള്ളൂ കേട്ടപ്പോ ഒരു സംശയം തോന്നിയത്. എടി ഞാൻ നെയ്ബേഴ്സിന്റെ അടുത്ത് അന്വേഷിക്കാൻ പോയപ്പോ നിന്നെ ആരെങ്കിലും തിരിച്ചറിയോ അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടേനോ?
എന്നോട് ആരൊന്നും ചോദിക്കുക തിരിച്ചറിയൊന്നും ചെയ്തില്ലായിരുന്നു. നൈസായിട്ട് നീ എന്തായാലും അപ്പേനോടൊന്ന് ചോദിച്ചറിഞ്ഞു. എടാ വേറൊന്നുമല്ല, അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ നമുക്ക് അത്ര ഉപകാരമല്ലേടാ. ശരിയാട്ടാ. എന്റെ ഈശ്വര, സ്വന്തം അപ്പന്റെ അവിഹിതം കണ്ടുപിടിക്കേണ്ട ഒരു മോളുടെ ഗതികേട് ലോകത്ത് ഒരാൾക്ക് അവസ്ഥ വരത്തില്ല. ചായ കുടിക്കുക. അതെങ്കിലും നടക്കട്ടെ. അതെ, അവര് വല്ലതും കേട്ടോ കിട്ടിയില്ല. ഇതെന്തെന്ന് ഇങ്ങനെ നടക്കണേ? പഠിക്കാനുള്ള ഉത്സാഹമൊന്നും കാണില്ലല്ലോ. ഉത്സാഹമൊക്കെ ഉണ്ട്. അല്ല, ഈ എക്സാം ടൈമിലൊക്കെ ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ചുമ്മാ സമയം കളയാനായിട്ട്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രിയയുടെ വീടിന്റെ അടുത്ത് നല്ലൊരു മെഡിക്കൽ ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്താലേ എത്ര പാടുള്ള പോർഷൻസ് മനസ്സിലാവും അവര് പറയുന്നത്. എന്നിട്ടെല്ലാം മനസ്സിലായോ? സംശയിച്ചു പോയ പല കാര്യവും മനസ്സിലായി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പ്രിയയുടെ 1-2 നെയ്ബേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടേ വേറെ ഏതോ പേരൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റേ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് സാറാണെന്നാണെന്ന്. പക്ഷെ അവർ പറയണ എൻ്റെ അതേ മുഖമുള്ളൊരു കുട്ടി അവരുടെ നാട്ടിലുണ്ടെന്ന്. അതേത് കുട്ടി? അറിയില്ല, എന്തായാലും എൻ്റെ അതേ ഫേസ് കെട്ടുള്ളൊരു കുട്ടി ആ നാട്ടിലുണ്ട്. പപ്പ കേട്ടില്ലേ, സാറിനെ പോലത്തെ ഒരു കുട്ടി ആ നാട്ടിലുണ്ടെന്ന്. അതിപ്പോ ഒരാളെ പോലെ തോന്നുന്നു എത്രയോ പേരുണ്ടാവും. ഇതങ്ങനെ പോലെ ആയിട്ട് എനിക്ക് തോന്നിയില്ല, എന്നെ പോലെ തന്നെയാന്ന് അവർ പറഞ്ഞത്. അത് കേട്ട് വിശ്വാസം വരാണ്ടായപ്പോൾ ഞാനൊരു ഫോട്ടോ ചോദിച്ചു. എന്നിട്ട് ആ ചേച്ചി എവിടെ നിന്നോ തപ്പിപ്പിടിച്ചൊരു ഫോട്ടോ കാണിച്ചു തന്ന്. അതിൻ്റെ പിക്ക് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നേരാ. ദൈവമേ, ശരിക്കും സാറിനെ പോലെ തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതൊന്നും? ശരിക്കും തോന്നുന്നുണ്ട്. ഫോൺ അടിക്കുന്നു. സാറിനെ പോലെ തന്നെ. പപ്പയ്ക്ക് അതിനിപ്പോൾ കോളൊന്നും വന്നില്ലായിരുന്നല്ലോ. ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചിരിക്കുന്നില്ലേ, പിന്നെ ഇങ്ങനെ മോള് കേൾക്കണേ? മറിഞ്ഞിരിക്കണതൊന്നും വെളിപ്പെടാതിരിക്കേയില്ല. എന്താ? അല്ല, ബൈബിൾ കോട്ട് പറഞ്ഞത്. മക്കളെ, ഞാനേ ഒരു നമ്പർ ഇട്ട് നോക്കിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ക്ലൂ കിട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. സാറാ, എന്താ നിനക്ക് അറിയേണ്ടത്? എൻ്റെ അതേ രൂപമുള്ള കുട്ടി എങ്ങനെ അവിടെയും ജനിച്ചു എന്ന് എനിക്കറിയണം. മോള് ചോദിക്കുന്നതിൻ്റെ അർത്ഥം മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായതുകൊണ്ടാണ് താഴെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ചോദിക്കാണ്ടിരുന്നത്. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് എന്നെ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കുറച്ച് മുമ്പ് വരെ അല്ലായിരുന്നു. തമാശക്കൊരു ഞാൻ ഇങ്ങനെ ഒരു രീതി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഓരോന്ന് പറഞ്ഞപ്പോൾ പോലും. പക്ഷെ താഴെ ഇപ്പോൾ പപ്പയുടെ റിയാക്ഷൻ ഞാൻ കണ്ടതാണല്ലോ, അപ്പം എല്ലാം ക്ലിയറായി. ഇത്രയും വർഷം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിട്ടും ഞാൻ ഇതിനെപ്പറ്റി ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യാത്ത തെറ്റിന് മോളിനെ തെറ്റിദ്ധരിക്കരുതെന്ന് നിർബന്ധമുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മോള് പറഞ്ഞ ബൈബിൾ വചനമല്ലേ, സത്യമാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. പഴയൊരു കാര്യമാണ്, എൻ്റെ അപ്പന് പറ്റിയൊരു തെറ്റ്. അന്ന് ഞാൻ കുഞ്ഞായതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അതൊന്ന് കൊടുക്കാൻ സാധിച്ചു. പക്ഷെ നിർബന്ധം ഉണ്ടായിരുന്നു, അമ്മ മരിക്കുന്നവരെ ആ സ്ത്രീയെ മകനെ കാണരുതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അല്ല, അപ്പം ഇത് ആരെ എന്താണെന്നൊന്നും പപ്പയ്ക്ക് അറിയില്ലേ? ഇല്ല, അറിയില്ല. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്, എൻ്റെ അതേ മുഖച്ചായുള്ള ഒരു മകൻ തന്നെ അവർക്ക് പിറന്നു നല്ലത്. കാരണം എൻ്റെ അതേ മുഖമുള്ള ആളെ പല സ്ഥലത്ത് വെച്ചും കണ്ടതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അയാളുടെ മകളായിരിക്കാം ഇത്. പപ്പ സോറി. സാരില്ല മോളെ, മോളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ നിമിഷം വരെ ഞാൻ എൻ്റെ കുടുംബത്തെ പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. ഓ, അപ്പം അതാണല്ലേ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഏടെ കിടന്ന മുടിയാ ഇപ്പം ഏടെ വരെ എത്തി. അപ്പം നിന്റെ അപ്പൂപ്പനൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയറിലൊരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ മോളെയാണ് നമ്മൾ മീരയുടെ കൂടെ കണ്ട നിന്റെ ഫേസുള്ള ആ കുട്ടി. അതെ, പപ്പ പറഞ്ഞു വെച്ച് എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പം നീ കാര്യമില്ല അപ്പം പപ്പേനോട് പറഞ്ഞാ? ഇല്ല, ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയപ്പോൾ എൻ്റെ അതേ മുകളിലൊരു കുട്ടിയോട് ഉണ്ടായിരുന്നെന്നും ആ കൊച്ചാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലരെന്നോട് സംസാരിക്കാൻ വന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? എന്തായാലും ആ കൊച്ച് ആലപ്പുഴക്കാരിയാണെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞേനെ. അതും പോട്ടെ, എൻ്റെ അമ്മയ്ക്കെങ്കിലും നിന്നെ മനസ്സിലായേനെ. അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ അത്യാവശ്യം അവിടെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉള്ളതാ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇത്രയെങ്കിലും അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിയൽ സിറ്റുവേഷൻ പപ്പേനോട് പറയേണ്ടി വന്നാനെ.
പിന്നെ ആ കൊച്ചിപ്പോ ആലപ്പുഴക്കാരിയാണെന്ന് പപ്പനോട് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. കാര്യം പപ്പയ്ക്ക് അവരുടെ സ്ഥലം പോയിട്ട് പേര് പോലും അറിഞ്ഞൂടാ. അല്ല സാറാ, ഇപ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ അല്ല. ആ കുട്ടിക്ക് എങ്ങനെ നിന്റെ ഫേസ് കട്ട് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി. മീരയും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ, അല്ലെങ്കിൽ ആ മുടീന്റെ ഉടമസ്ഥ ആരാണെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ട കുട്ടീന്റെ പേര് ഒരു എന്താന്നുള്ളത് പോലും നമുക്കറിയില്ല. നീ ആ വീട്ടിൽ വെച്ച് എന്റെ രൂപത്തിനെ കണ്ടപ്പോ എനിക്കുള്ളതിനേലും കൂടുതലും മുടി കണ്ടെന്നല്ലേ പറഞ്ഞത്? സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെയൊക്കെ രൂപങ്ങൾ കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ ഹെയർ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. അപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പൊ ഈ കണ്ടേക്കുന്ന കുട്ടിയുടെ മുടിയായിരിക്കും ആ ഹെയർ എക്സ്റ്റൻഷനിലുള്ളത്. ശരിയാ, ഇതെന്തായാലും മീരയുടെ മുടിയല്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ, എന്തായാലും ആ കുട്ടിക്ക് അത്ര ഹെയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കുട്ടിയും ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ അനുഭവിച്ച ബാക്കി എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടും. എവിടുന്ന്? മീരയുടെ പാരൻസിൻ്റെ അടുത്തുള്ള അല്ലേ? അപ്പൊ നമ്മളിനി മീരേന്റെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വരും അല്ലേ? അമ്മ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാം. ഹലോ, എന്താ അമ്മ? എന്താ അല്ലേ, ഞാൻ ഈ വാർത്തയെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഒരു തുമ്പും വാലും ഇല്ലാത്ത കേസിൽ എങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന്. ഇപ്പോഴും എനിക്ക് ആ കാര്യം പിടികിട്ടി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കണമെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള ഓരോ വഴിയും താനെ തുറന്നു. എന്താ എന്റെ തലയിൽ ഇപ്പൊ ഹെയർ എക്സ്റ്റൻഷൻ എടുക്കൊണ്ട് എന്റെ പൊന്നു സാറേ, അത് പെട്ടെന്ന് ഓടി തന്നെ. എനിക്ക് പേടിയാണ്. കുടുങ്ങിയിരിക്കാന്നാ തോന്നണേ. എടി അങ്ങനെ വിരിക്കലിട്ട് നല്ല വേദന ഉണ്ട്. പിന്നെ ഇത് അഴിച്ചെടുക്കണ്ടേ? പ്രിയ ഒന്ന് ഓടി വാടി. ഓടാടി, എന്താണോ എന്തിന്റെ പ്രശ്നം? എടി നീ കണ്ടില്ല ഇവളുടെ തലയിൽ ഹെയർ എക്സ്റ്റൻഷൻ വന്നിരിക്കണത്? നോക്ക് നീ. എവിടെ? അതിനെവിടെ ഹെയർ എക്സ്റ്റൻഷൻ? എവിടെ? നീ അവളുടെ മുടി തന്നെ പിടിച്ച് വലിച്ചോണ്ടിരിക്കണേ. അയ്യോ, നീ കണ്ടതല്ലേ ഇപ്പൊ ഹെയർ എക്സ്റ്റൻഷൻ? ആ, ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടും എന്തൊക്കെയാണ് പറയണേ? പിന്നെ ഉണ്ടായതാ. എന്റെ പൊന്നു സാറേ, എങ്ങനെയെങ്കിലും ആ സാധനത്തിന്റെ ലക്ഷ്യം സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാരും കൂടി ഊളംപാറയിലേക്ക് പോകേണ്ടി വരും. അല്ല, നിന്നിപ്പോ അമ്മ എന്തിനാ വിളിച്ചേ? ആ, നമ്മുടെ മീരയുടെ അമ്മയില്ലേ, ആള് മരിച്ചു. അത് പറയാൻ വേണ്ടിട്ട് അമ്മ വിളിച്ചേ. എപ്പാ? എങ്ങനെ? മരിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ചായ കാരണം അവിടെ ഉള്ളവർ അത് അറിയാനായിട്ട് ലേറ്റ് ആയി. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേടാ, അവരുടെ കസിൻസ് ഒക്കെ കൂടുതൽ ഇവിടെ തന്നെയാ. പിന്നെ ആൾക്ക് ഇവിടെ സ്വന്തം വീടും ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തിനാ ആലപ്പുഴ വന്ന് താമസിച്ചത്? അതെനിക്കറിയില്ലടാ, ചിലപ്പോ ആ അങ്കിളിന്റെ വല്ല ജോബ് റിലേറ്റഡ് ആയിട്ട് വല്ലതായിരിക്കും. അല്ല, ഇപ്പൊ നമ്മൾ ആലപ്പുഴയിൽ പോയി കണ്ടത് ഒരു സ്വന്തം വീടല്ലേ? പിന്നെ താക്കോൽ വന്നത് പുള്ളിയുടെ ബ്രദറും. ഓ, ആലപ്പുഴ എറണാകുളം എവിടെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഇനി അങ്ങേരുടെ ജീവചരിത്രം കൂടി തപ്പാൻ വയ്യ. അല്ല, മീരയുടെ അമ്മ എങ്ങനെ മരിച്ചെന്ന് നീ പറഞ്ഞില്ല. എടാ, എന്തോ അസുഖം വന്ന് മരിച്ചതാ. എന്താ സുഖം? എന്റെ പൊന്ന സാറ്, നീ അത് വിട്. നമുക്കിപ്പൊ ഈ കുട്ടീന്റെ കാര്യം അന്വേഷിക്കണ്ടേ, അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് ആലോചിക്കും. എന്തിനാണ് ഇപ്പൊ ആലോചിക്കണം? അതിനുള്ള വഴിയല്ലേ ഈ മുമ്പിലിരിക്കണത്. ഇവളുടെ അമ്മേനോട് ചോദിച്ചാൽ പോരെ? ഇവിടെ എങ്ങനെയെങ്കിലും ആ അഡ്രസ് ഒന്ന് ഒപ്പിച്ചു തരാൻ അമ്മേനോട് പറ. ആൾക്ക് അത്യാവശ്യം കോണ്ടാക്ട് ഉള്ളതല്ലേ. എടാ, ഈ അഡ്രസ്സൊക്കെ ഇനിയിപ്പോ ഞാൻ എങ്ങനെ പോയി ചോദിക്കും? എന്റെ പൊന്നു പ്രിയേ, ഈ സിറ്റുവേഷനിൽ നീ സ്വന്തമായിട്ട് ആലോചിച്ച് എന്തെങ്കിലും ഒന്ന് അമ്മേനോട് പോയി പറ. ആ, വല്ലപ്പോഴെങ്കിലും സ്വന്തം ബുദ്ധി ഒന്ന് ഉപയോഗിക്കുക, അങ്ങനെയെങ്കിലും ആ തലച്ചോറൊന്ന് പ്രവർത്തിക്കട്ടെ. ഓ, ഇങ്ങേരുടെ ബുദ്ധിയുടെ ഈ തലച്ചോറിന്റെ കാര്യം ഒന്നും പറയണ്ട. ഒരു പാവന് കിട്ടിയപ്പോഴേക്കും അത് മീരയുടെ കാമുകനാന്ന് പറഞ്ഞ കഥ ഇറക്കിയ ആളാണ് ഈ ഇരിക്കുന്നത്. അയ്യടാ, ഒരു സീരിയസ് സിറ്റുവേഷൻ പറഞ്ഞുകൊടുന്ന സമയത്ത് അതിലുള്ള പാട്ടെടുത്ത് റിംഗ് ടോൺ ഇട്ട ടീമല്ലേ നീ? ഏത് റിംഗ് ടോൺ? ആ, എടി കെവിൻ പാടിയ പാട്ട്. അതാലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല, എന്നിട്ട് എന്റെ തലച്ചോറിന്റെ കാര്യം പറഞ്ഞത്. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. നിങ്ങളുടെ രണ്ടുപേരുടെ ബുദ്ധി സൂപ്പറാ. പ്രശ്നം തീർന്നില്ലേ? ഒന്ന് അമ്മേനെ വിളിച്ച് അഡ്രസ് ചോദിക്കും പ്ലീസ്. ആ, അങ്ങനെ നല്ല രീതിയിലൊക്കെ പറയും. പോയിട്ട് വരാം. എടി, നീ എന്തിനാ അതിന്റെ ഇടക്ക് ഗെയിം പറഞ്ഞത്? ഞാൻ അന്ന് ഓള് ഹോസ്റ്റലിൽ കാണിച്ച ഓരോ മണ്ടത്തരങ്ങളിങ്ങനെ ലിസ്റ്റ് ഇട്ട് വെക്കുന്നതിന് എല്ലാം കാണില്ലേ? അതെ, ആ ലിസ്റ്റ് ഇട്ട് വെക്കണ ഓർമ്മയുടെ 10-1 മതി ഈ തോറ്റ പേപ്പേഴ്സ് ഒക്കെ എഴുതി വെക്കാനായിട്ട്. ആ തോറ്റ പേപ്പറിനെ കുറിച്ച് നീ ആലോചിക്കല്ലേ, അതിനിടെ പ്രസക്തി ഇല്ല. എടാ, അമ്മ അഡ്രസ് വാട്സപ്പിൽ അയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേർക്ക് സമാധാനമായില്ലേ? നമുക്ക് നാളെ തന്നെ പോവാം. നാളെ ഞായറാഴ്ച അല്ലേ? അപ്പൊ രാവിലെ പള്ളിയിൽ പോണം, അത് കഴിഞ്ഞ് വന്നിട്ട് പോവാം. ഓക്കെ. ഓ, ഇതാണല്ലേ വീട്. എന്തായാലും ആലപ്പുഴയെ കണ്ടുപിടി കാട്ടി കൊള്ളാം. എനിക്ക് ഈ പലിശ കൊടുപ്പല്ലാണ്ട് ഈ ബ്രോക്കർ പണിയും ഉണ്ടാ. എന്ത് വീട് കണ്ടാലും അഭിപ്രായം പറയുമല്ലോ. അതൊന്നും ചിന്തിച്ചു വിടായില്ല.
അതെ, നിങ്ങളൊരു പണി ചെയ്യും. നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ആദ്യം ബെല്ലടിക്ക്. എന്നെ കണ്ടാൽ ചിലപ്പോ പുള്ളി ഡോറ് പോലും തുറന്നൊന്നും വരൂല. ഓ, നിന്റെ ഫേസ് ശരിയാ. ഓക്കെ, പോവാ. ആരാ? മീരയുടെ ഫാദർ അല്ലേ? അതെ, നിങ്ങളേതാ? ഞങ്ങള് മീരയുടെ ഫ്രണ്ട്സാ. അതിന് എൻ്റെ അറിവിൽ മീരയ്ക്ക് രണ്ട് ഫ്രണ്ട്സ് ഇല്ല. അല്ലെങ്കിലേ ഞങ്ങള് മീരയുടെ ഫ്രണ്ട്സ് തന്നെയാ. ആലപ്പുഴ സെന്റ് ജോർജ് സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. നോക്ക് പിള്ളേരെ, ഒന്നാം സംസാരിക്കാനുള്ള മുകളിലല്ല ഞാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ മീര എൻ്റെ മകളായിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോതായിരിക്കും. അങ്കിൾ, ഈ പിള്ളേരെ കൊണ്ട് എന്താ? ഇനി അങ്കിളിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. അങ്കിള് പ്ലീസ് സത്യം പറ, മീര എങ്ങനെ മരിച്ചത്? എന്തായാലും ക്യാൻസർ വന്നിട്ടല്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. അങ്കിളിന് എന്ത് നുണ പറഞ്ഞ് നമ്മളെ പറഞ്ഞയച്ചാലും ഇതിന്റെ പിന്നിലുള്ള സത്യം നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. അങ്കിളെ, സ്വന്തം മക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് സഹായിക്കാണ്ടിരിക്കില്ലല്ലോ. മോളും വൈകും തമ്മിലുള്ള ബന്ധം? അത് എൻ്റെ അപ്പൂപ്പന് വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിലുണ്ടായ മകന്റെ മകളാണ് ഈ വൈക. പക്ഷെ അവര് ഹിന്ദു ആയിരുന്നല്ലോ. ചിലപ്പോ ആ അപ്പൂപ്പന് കണക്ഷൻ ഉണ്ടായ അമ്മൂമ്മ ഹിന്ദു ആയിരിക്കും. അതേ രീതിക്കായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. അങ്കിളെ, ഈ വൈകയും മീരയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? സ്വന്തം മകളായിരുന്നിട്ട് പോലും മീരയെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കെന്നല്ല, അവളുടെ അമ്മയ്ക്ക് പോലും. അത്രയ്ക്ക് പ്രൈവറ്റ് ലൈഫായിരുന്നു അവളുടേത്. സൗഹൃദങ്ങളില്ല, സംഭാഷണങ്ങളില്ല, തികച്ചും ഒറ്റപ്പെട്ട ജീവിതം. എന്ന് മുതലാണ് വൈകിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. മീരയുടെ അമ്മയുടെ വീട് പാലക്കാടാണ്. ആ വീടിനടുത്തുള്ള കുട്ടിയായിരുന്നു വൈക. മീര ആകെ സന്തോഷത്തോടെ ഇടപഴകി ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ വൈകയായിട്ടാണ്. മുറിയുടെ പുറത്തിറങ്ങാൻ മടി കാണിച്ചിരുന്ന മീര പിന്നീട് ഒരു അവധി കിട്ടിയാൽ അപ്പോൾ ഓടും അമ്മ വീട്ടിലേക്ക് വൈകയെ കാണാൻ. അപ്പൊ ഈ വൈകേന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടേനു? വൈകയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയതാ. പിന്നെ അതിനെ വളർത്തിയതും വലുതാക്കിയതും അതിൻ്റെ അച്ഛനാണ്. അപ്പൊ ഈ വൈക ഒറ്റമോളായിരുന്നല്ലേ? അത് ഈ വൈക ഇപ്പൊ ജീവനോടെ ഇല്ല അല്ലേ? അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് ഊഹിച്ച്. അതെ, മരിച്ചുപോയി. ആ കുട്ടി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മീര എങ്ങനെയാ മരിച്ചതെന്ന് അങ്കിള് പറഞ്ഞില്ല. ആത്മഹത്യയായിരുന്നു. വൈക മരിച്ചതോടെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അവളുടേത്. ഇടക്കലറിക്കരയിൽ നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെ ഡോക്ടറെ കാണാനിരിക്കുമ്പോഴാണ് മുറിക്കുള്ളിൽ ഞങ്ങളുടെ മോള്. അങ്കിൾ സോറി, ഞങ്ങള് ഒന്നും ഓർമ്മിപ്പിച്ച് അങ്കിളെ വേദനിപ്പിക്കാൻ വന്നതല്ല, വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ. ഓ, അത് സാരമില്ല. അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നഷ്ടപ്പെട്ടതെന്ന് വേറെ ആരും അറിയരുതെന്ന് അവളുടെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. അല്ല, അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ നഷ്ടപ്പെട്ടു. അതിലിപ്പോൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അപ്പൊ ഈ വൈകി ഇങ്ങനെ മരിച്ചത്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് വൈകനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വൈകേൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കൂ. എന്നാ ആ അങ്കിളിന്റെ അഡ്രസ് ഒന്ന് തരാവോ? ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളാം. നിങ്ങളുടെ ആരെങ്കിലും നമ്പർ തന്നാൽ ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. താങ്ക് യു അങ്കിള. താങ്ക് യു അങ്കിൾ. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി, ഈ വൈകിക്ക് അത്യാവശ്യം മുടിയുള്ള ആളായിരുന്നല്ലേ? അതെ, ആ കുട്ടിക്ക് നല്ലപോലെ മുടിയുണ്ടായിരുന്നു. ശരി അങ്കിൾ, എന്നാ ഞങ്ങള് ഇറങ്ങാട്ടോ. നീ എന്തും പറഞ്ഞോണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി? പപ്പയുടെ ബ്രദറിനെ കാണാൻ പാലക്കാട് പോണേന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. 2 ദിവസത്തെ കമ്പൈൻ സ്റ്റഡിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പോണേന്നാ പറഞ്ഞത്. അല്ല, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ പപ്പ എങ്ങനെ അറിഞ്ഞാലോ? അപ്പൊ നോക്കാം മോള്. നീ എന്താ പറഞ്ഞിരിക്കുന്ന? മനസ്സിലൊരു സുഖമില്ല. എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം നിനക്കതൊരു ഹെയർ എക്സ്റ്റൻഷൻ ആയിരുന്നല്ലോ, അങ്ങനെയല്ലല്ലോ. എത്ര വന്നാലും അതെന്റെ ഒരു സഹോദരി ആയിരുന്നില്ലേ? എങ്ങനെ ഇടിക്കും വൈകി മരിച്ചത്? എന്ത് ലക്ഷ്യമായിരിക്കും എന്നാലും വൈകിക്ക് നമ്മളെ കൊണ്ട് സാധിക്കാനുള്ളത്? എന്തായാലും ഇതിനുള്ള ഉത്തരം നമുക്ക് വൈകേന്റെ വീട്ടിൽ നിന്ന് കിട്ടും. സമയം കണ്ട് പോവാം. ഇത് രസാലേ ഈ നാട് കാണാൻ? നിന്റെ ആലപ്പുഴ അടിപൊളിയല്ല. എല്ലാ നാടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. എറണാകുളം എന്താ മോശം?
കണ്ണൂരിന് എന്താ കുഴപ്പം? ആ തുടങ്ങി രണ്ടുപേരും നിർത്തുവോ? നാടൊക്കെ നല്ലത് തന്നെ. നിന്റെ സംസാരം കേട്ടിട്ട് ആ, ഒരു കണക്കിന് നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയണം. എന്തിനാ? കാരണം ഞാൻ ഈ ഹയർ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നോണ്ടാണല്ലോ നമ്മൾ ഇത്രയും നാട് കണ്ടത്. ഓ അത് ശരിയാണല്ലോ. അതെ, ലൊക്കേഷൻ ഇവിടം വരെ കാണിക്കണുള്ളൂ കേട്ടോ. അത് സാരമില്ല, ഈ ഏരിയയിൽ ആ കുറച്ച് വീടേ ഉള്ളൂ, നമുക്ക് ചോദിച്ചു പോവാം. അതെ, ഒന്നില്ലെങ്കിൽ നീരയുടെ അമ്മ വീട് അല്ലെങ്കിൽ വൈകിയുടെ സ്വന്തം വീട് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഒരു പണി, നിങ്ങളന്ന് ഈ വഴിയിലുള്ള വീടുകൾ ചോദിക്കും, ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഏത് വീട്ടിൽ കയറി ഒന്ന് ചോദിക്കാം. അങ്കിൾ, ഈ വൈകിയുടെ വീട് എവിടെയെന്ന് അറിയൂ? അങ്കിള്, ഞാൻ വൈകിയല്ല. എന്റെ ദൈവമേ. ശരി ചേച്ചി, ഒന്ന് അങ്ങോട്ട് പോവാം. എടി, സാറ പോയ വഴിയിലാന്ന് വൈകേന്റെ വീട്, അങ്ങോട്ട് പോവാം. നീ അങ്ങോട്ട് നോക്കി. എന്റെ പടച്ചോനെ, സാറേന്റെ അപ്പ ശരിക്കും മുണ്ടും പയനിട്ടിക്കുന്നവരല്ലേ? നേരായ രീതിയിൽ മക്കളുണ്ടായ പോലും ഇങ്ങനെ ഒരേ പോലെ ഇരിക്കില്ല. ഇതിപ്പോ ഇവരുടെ കേസ് മാത്രമാണ്, ഇവരുടെ മക്കളും ഒരേ അച്ഛലെ വാർത്ത പോലെ അല്ലേ ഇരിക്കണേ. ദൈവത്തിന്റെ ഓരോ വികൃതികള്. നമുക്ക് അങ്ങോട്ട് പോവാം, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ പിടിച്ച് സാറേനെ പരിചയാക്കും. അത് ശരിയാ. ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അങ്കിളുടെ അച്ഛൻ്റെ വേറൊരു ബന്ധത്തിലുണ്ടായ മകൻ്റെ മകള് സാറ. അകത്തുനിന്ന് സംസാരിക്കാം. ആ മക്കളെ നേരം ഇരുന്നില്ലേ? ഇരിക്ക്, ഇവിടെ ഇത്ര സൗകര്യമൊക്കെ ഉള്ളു. അത് കുഴപ്പമില്ല. അല്ല, ഈ വീട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച്? അത് മീരയുടെ അച്ഛൻ തന്നതാ. മീരയുടെ അച്ഛൻ എങ്ങനെയാ പരിചയം? മീര എൻ്റെ ഫ്രണ്ടായിരുന്നു ഞങ്ങളെ. അപ്പോൾ ഒരു ദിവസം ഞാൻ റൂമിൽ മീരയും വൈകിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് സാറയായിരിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു സാറയ്ക്ക് എങ്ങനെയാണ് മീരേനെ പരിചയമെന്ന്. പിന്നെ ചോദിച്ചു അന്വേഷിച്ചൊക്കെ വന്നപ്പോഴാണ് അത് സാറയല്ല വൈകിയാണെന്നും പിന്നെ നിങ്ങളുടെ ഈ ഫ്ലാഷ് ബാക്കും ഒക്കെ അറിഞ്ഞത്. മോളി പറഞ്ഞത് തന്നെ കളവാണ്. എൻ്റെ അറിവിൽ മീരക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്ത് എൻ്റെ മോള് വൈകിയായിരുന്നു. പിന്നെ ഫോട്ടോയുടെ കാര്യം, സ്വന്തം പാരൻസിനെ പോലും മീര മുറി കയറ്റാറില്ല. ആ മുറി കയറിയാണ് മോള് ഈ ഫോട്ടോ കണ്ടത്. അങ്കിളുടെ അറിവെല്ലാം സത്യം. സ്വന്തം മകളെ പോലും അങ്കിളിന് ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് മീര. എന്തൊക്കെയാ ഞാനിപ്പോ എന്താ പറഞ്ഞു? എൻ്റെ മൈൻഡ് കുറച്ചേരത്തേക്ക് കട്ടായി പോയി. അയ്യോ അങ്ങളെ, സോറി ഇട്ടാ. ഇത് ഇവക്ക് ഇടക്കിടക്ക് ഉള്ളതാ ഈ പരസ്പര ബന്ധമില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ പ്രിയ പറഞ്ഞത് സത്യ. മീരയും പ്രിയും ഫ്രണ്ട്സാ. ഇവർ ആലപ്പുഴയിൽ അടുത്തടുത്താ താമസം. പിന്നെ പ്രിയക്ക് എറണാകുളത്ത് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനൊരു ഗ്യാപ്പ് വന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മീര പ്രിയേൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അങ്കിളിൻ്റെ അടുത്ത് പറയാത്തത്. ആ എന്നത് എന്തെങ്കിലും ആവട്ടെ. പപ്പേ, അങ്കിള് സോറി. ഈ വൈകി എങ്ങനെ മരിച്ചത്? അങ്കിളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കണതല്ല, ആൾ എൻ്റെയും കൂടി സഹോദരിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ. അവർക്ക് ക്യാൻസർ ആയിരുന്നു. ഇതെന്ത് കഷ്ടമാണ്, എല്ലാവരും മരിക്കുന്നത് ക്യാൻസർ വന്നിട്ടാ. അത് തന്നെ ഞാനും ആലോചിക്കണത്. ഒരു സംഭവം അങ്കിള്, വൈകി എന്തായാലും ക്യാൻസർ വന്നല്ല മരിച്ചത്, അത് ഞങ്ങൾക്കറിയാം. അല്ല, എൻ്റെ മോളുടെ മരണ കാരണം എന്നെക്കാരും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്? അയ്യോ അതല്ല അങ്കിളെ, മീര മരിച്ചത് ക്യാൻസർ വന്നിട്ടാന്നാ ഇവളോടും നാട്ടുകാരോടെല്ലാം പറഞ്ഞത്. പിന്നെ നമുക്കൊരു സംശയം തോന്നി ചോദിച്ചപ്പോഴാണ് മീരൻ്റെ അച്ഛൻ ആത്മഹത്യ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്കിളും ഇതുപോലെ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു പോയതാ. മീരയുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ മോൾ മരിച്ചത് ക്യാൻസർ വന്നിട്ട് തന്നെ. അവൾ മരിക്കുന്നതിന് മുമ്പ് അവൾ മുടി വരെ മുറിച്ച് മറ്റൊരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് സംശയം മാറിയില്ലെങ്കിലേ ഈ നാട്ടുകാരോട് ചോദിക്കാം. അവർക്കറിയാലോ മുടി കുറിച്ചായാലും ക്യാൻസർ വന്ന് മരിച്ചായാലും ഒക്കെ. ഓക്കെ അങ്കിളെ, ഇപ്പം എല്ലാം ക്ലിയറായി. അങ്കിളെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ വൈകിൻ്റെ റൂമൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് കയറി കാണാൻ മാത്രമൊന്നും ആ മുറിയിലില്ല. എന്നാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് കയറി ഒന്ന് കണ്ടോ.
വൈകിക്ക് നല്ല മുടി ഉണ്ടായിരുന്നല്ലേ? എടി ഇത് നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻ അതേ ഹെയർ. അതെ. ഇത് വൈകി നിർബന്ധിച്ചിട്ട് ഞാനെടുത്ത ഫോട്ടോയാ. മീരക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ തന്നെയാണ് ഈ ചൊരുക്കി ഞാനെടുത്തു കൊടുത്തത്. മീര എന്നെ പറ്റി അങ്കിളിനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വൈകിനെ പറ്റി അങ്കിളിനെ പറ്റി എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് പിന്നെ അവളിവിടെ വന്നത് അമ്മ വീട്ടിൽ പോവാനല്ല, വൈകനെ കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും, പിന്നെ നിങ്ങളൊക്കെ അവളെ പൊന്നു പോലെ കൊണ്ടു നടന്നേക്കണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. പിന്നെ മീര വൈകനെ കുറിച്ച് പറഞ്ഞു ഞാനിപ്പോ നേരിട്ട് കണ്ട പോലെയായി. ചേർമയുള്ള താക്കോൽ കൂട്ടം കീലും നീടും പറയൂമേ. അവളുടെ ആ ചൊടിയും ചുണയും ആൾക്കാരായിട്ടുള്ള ഇടപെടലും പിന്നെ ആ കലപില സംസാരവും അങ്ങനെ. എന്തിനാ മോളെ ഇങ്ങനെ അനാവശ്യമായിട്ട് കള്ളങ്ങൾ പറയണത്? ഇത് കേട്ടാൽ തന്നെ അറിയാം എൻ്റെ മോളെ കുറിച്ച് മീര ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിലെ സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോൾക്ക് അതിന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. ആ ആളാണ് ആ കലവില സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്. സംസാരിക്കാൻ കഴിവില്ലായിരുന്നാലും അവളൊക്കെ ഉണ്ടാകുന്നത് അറിയില്ലായിരുന്നു. പിന്നെ അവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടെങ്കിലും നേരെ ഒന്നും പറയില്ല. ഓരോ കാര്യത്തിനും ഒരു ക്ലൂ തരും. അത് നമുക്ക് കണ്ടുപിടിച്ച് അവളുടെ കാര്യം സാധിച്ചു കൊടുക്കണം. മീരയുടെ മുടിയാണോ ഇത്? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ക്ലൂ എങ്കിലും താ. മീരാന്ന പേരല്ല, മുടി മുറിച്ചതാണ് സൂചന. ശരി. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞത് കളവാണെന്ന് എനിക്കറിയാം. കുട്ടിയുടെ അപ്പൻ്റെ ബന്ധം ഒഴിച്ച് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് പോലും ആ ബന്ധത്തിൻ്റെ പുറത്താണ്. എനിക്ക് പറ്റിയതല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് പറ്റിയ തെറ്റിൻ്റെ പേരിൽ മനസ്സുകൊണ്ട് മരിക്കുന്നവരെ എൻ്റെ അമ്മ ഒരുപാട് മാപ്പ് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തോട്. നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ കാരണം ഇനിയൊരു നാളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് തന്നെ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലം ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ദയനീയമായിരുന്നു. ഒരച്ഛൻ്റെ പേര് പോലും പറയാൻ സാധിക്കാത്തൊരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത്രയും സങ്കടങ്ങൾക്കിടയിലും ദൈവം തന്ന അനുഗ്രഹമായിരുന്നു എൻ്റെ ഭാര്യ ഗീത. പക്ഷെ അത് അധികം നാൾ നീണ്ടുന്നില്ല. ഒരു കുഞ്ഞിനെ തന്നിട്ട് അവളും പോയി. എല്ലാ വിഷമങ്ങളും മറക്കാനായിട്ട് എൻ്റെ മോള് തന്നെ എനിക്ക് ധാരാളം വരുന്നു. പക്ഷേ ആര് ചെയ്ത തെറ്റിൻ്റെ ഫലമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോള് തന്നെ വിട്ടു. അയ്യോ അങ്ങളെ, അത് പോട്ടെ, മോളുടെ പപ്പനോട് പറയണം. എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിനോട് ചെയ്ത എല്ലാ തെറ്റിനും ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പറയണം. അങ്കിള് വീട്ടിലതിന് ആർക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ. അങ്ങനെ നമുക്ക് പോവാം. ശരി അങ്കിളെ. എൻ്റെ ബാഗാ വീട്ടിൽ നിന്ന് എടുക്കാനുണ്ട്. ഏട്ടാ, നീ വൈകിയുടെ അച്ഛൻ്റെ മുഖത്തുള്ള മറുക് ശ്രദ്ധിച്ചായിരുന്ന? സാറയുടെ പപ്പയുടെ മുഖത്തുള്ള അതേ മറുകല്ലേ ആൾക്കും? ശരിയാട്ടാ, ഇവളെ ഒബ്സർവേഷൻ ഇപ്പൊ നിനക്കായാ? എന്താടാ, നീ ഓക്കെ അല്ലേ? എനിക്ക് അങ്ങനെ വൈകിയെ കുറിച്ച് അറിയാനായിരുന്നെങ്കിലും ഈ മുഖം വെച്ച് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എടി അത് സാരമില്ല, നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. മൂപ്പരിക്കൊരു സന്തോഷാവില്ല. നമ്മളിവിടെ വന്നതുകൊണ്ട് കുറച്ചും കൂടി അറിയാൻ പറ്റിയില്ലേ കാര്യങ്ങള്. പോസിറ്റീവായി ചിന്തിക്കേ. ആ അങ്കിളിനൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് കിട്ടണില്ല. ഞാനെന്താ ഇന്ന് അവിടെ നിൽക്കാണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നതെന്നറിയോ? എനിക്ക് ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ടൊരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏത് ബുക്ക്? അത് വൈകിയുടെ ഡയറി. അതിനിടക്ക് നീ അതും എടുത്താ? ആ പ്രിയ അങ്കിളായിട്ട് തള്ളിക്കൊണ്ടുവന്നില്ലേ, ആ സമയത്ത് പുള്ളി ശ്രദ്ധിക്കാണ്ട് ഞാനത് ബാഗിലേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഓ, എന്നിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടിയാ നിനക്ക് അതിനകത്ത്? ഒരു വലിയ ക്ലൂ അവിടെ വെച്ച് തന്നെ കിട്ടിയതായിരുന്നു. പിന്നെ അപ്പോഴത്തെ ആ വെപ്രാളത്തിൽ നോക്കിയിട്ട് ഇനി ആള് മാറിപ്പോയി അബദ്ധം പറ്റണ്ടല്ലോ എന്ന് ഓർത്താണ് ഒന്നും കൂടി സമാധാനത്തിൽ വന്ന് നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് ഓർത്തെ. അന്ന് ഇടയ്ക്ക് വെച്ച് നമ്മുടെ കോളേജിലേക്ക് ഒരു ന്യൂ അഡ്മിഷൻ പയ്യൻ വന്നില്ലായിരുന്നോ? ആ, നമ്മളെ ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞ ഫിലോസഫി ക്ലാസ്സിലേക്ക് വിട്ട പുള്ളി. ആ അത് തന്നെ. ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ പുള്ളി എപ്പോഴെങ്കിലും നമ്മളെ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് എന്നെ കാണാൻ ചാൻസ് കുറവാണ്. കാരണം ചങ്ങായി സ്വന്തം ക്ലാസ്സിലുള്ള കുട്ടികളോട് പോലും സംസാരിക്കാത്ത പ്രത്യേക ഒരു ടൈപ്പ് ക്യാരക്ടറാണെന്നാണ് ഞാൻ. അയാൾ എന്നെ എപ്പോഴെങ്കിലും കണ്ടിരുന്നെങ്കിൽ
ഇവിടം വരെ എത്താൻ നമ്മൾ ഇത്രയും കറങ്ങി കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്താ സാറാ? പുള്ളിയുടെ ഫോട്ടോ ഈ വൈകിയുടെ ഡയറിയിൽ ഇരിപ്പുണ്ട്. എന്ത്? സത്യമാണ് അനു, അയാളപ്പോൾ ആ കോളേജ് മാറി ഇങ്ങോട്ടേക്ക് വന്നതിൽ വൈകിയുടെ മരണമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അപ്പുറത്തെ റൂമിലുള്ള ഒരു ഇയാളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അവരുടെ അടുത്ത് പോയിട്ട് ഇയാളെ പറ്റി ഒന്ന് അന്വേഷിക്കുക. ഇയാളുടെ നാട് എവിടെയാണ്, ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ. ഇപ്പം എത്ര മിണ്ടാത്ത ആളാണെങ്കിൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഞാനന്ന് അപ്പുറത്ത് പോയി നൈസായിട്ട് ചോദിച്ചു, നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി, ഓക്കേടാ. ഇതെൻ്റെ 6ാമത്തെ ഡയറിയാണ്. 8ാം ക്ലാസ്സിൽ തുടങ്ങി എൻ്റെ കൂടെ കൂടി ഒരു ശീലമാണ് ഈ ഡയറി എഴുത്ത്. എഴുതി തീരുന്നതനുസരിച്ച് ഓരോ ഡയറിയും ഞാൻ കത്തിച്ച് കളയും. കാരണം അപ്പോഴേക്കും ആ ഓരോ ഓർമ്മകളും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. സംസാരിക്കാൻ കഴിയാത്ത എനിക്ക് ഈ എഴുത്ത് തരുന്ന ആത്മസംതൃപ്തി അത് വളരെ വലുതാണ്. ഏത് ഡയറിയുടെയും ആരംഭത്തിലെ വരികൾ എന്നും ഒന്ന് തന്നെ, എൻ്റെ നാടിനെക്കുറിച്ചും എൻ്റെ അച്ഛനെക്കുറിച്ചും. കാരണം അതാണ് എൻ്റെ ലോകം. ഞാൻ വൈഗ വിശ്വനാഥ്, ഒരു തനി നാട്ടുപ്രദേശത്ത് ജനിച്ചു വളർന്ന നാടൻ കുട്ടി. അച്ഛനാണ് എനിക്കെല്ലാം. കുഞ്ഞിലെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടും ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ച് ഓർത്ത് ഞാൻ വേദനിച്ചിട്ടില്ല, വിഷമിച്ചിട്ടില്ല. ആ അളവിൽ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു. ആ അച്ഛനറിയാത്ത ഒന്നും തന്നെ കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടുമില്ല. എന്നാലിപ്പോൾ ആ അച്ഛനിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യം മറച്ചു വയ്ക്കാൻ തുടങ്ങി. എനിക്കവന് ഇഷ്ടമാണെന്നുള്ള കാര്യം. എന്നു മുതൽ അവനെൻ്റെ മനസ്സിൽ കയറിയെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ആദ്യമൊക്കെ ഞാൻ അവനെ കാണാത്ത പോലെ നടന്നു. പിന്നീട് അവൻ്റെ ആ വരവും നിൽപ്പും ഞാൻ മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നീട് അവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരെയായി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ പോലും അറിയാതെ ഒരുപാട് ഞാനവനെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ദേവൻ. ആനു. ഹലോ സാറാ, ഞാൻ അവരുടെ അടുത്ത് 2-3 നമ്പർ ഇറക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒപ്പിച്ചിട്ടുണ്ട്. ആള് പാലക്കാടുകാരൻ തന്നെയാണെന്നാ പറഞ്ഞത്. കറക്റ്റ് വീടിരിക്കുന്ന ലൊക്കേഷൻ അവർക്ക് അറിയില്ല. പാലക്കാട് ഏതോ ഒരു കോളേജിൽ ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. എടേ, പുള്ളിയുടെ പേരെന്താണെന്നറിയോ? പേര് മഹാദേവൻ. ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ മോളെ. ശരി, ഓക്കെ. അന്ന് ഞാൻ 10ലും ദേവൻ +2ലും പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അതിനുശേഷം 6 മാസം എടുത്തു ആൾക്കിനോട് ആ ഒരു ഇഷ്ടം തുറന്നു പറയാനായിട്ട്. ഞാൻ +1ലേക്കും ദേവൻ പുതിയ കോളേജിലേക്കും ചേർന്ന സമയം. അന്നൊരു ദിവസം വൈകുന്നേരം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ സ്നേഹം തുറന്നു പറയാം. വൈക ഒന്ന് നിൽക്കോ. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കതെങ്ങനെ പറയാനറിയില്ല. എനിക്ക് പറയാനുള്ളൊക്കെ കത്തിലുണ്ട്. താനൊന്ന് വായിച്ചു. എടോ, പിന്നെ തൻ്റെ മുടിയാണ് നല്ല ഭംഗിയാണേ. അന്നവിടെ പ്രത്യക്ഷത്തിൽ വരച്ചത് ദേവനായിരുന്നെങ്കിലും കുറച്ചേരം കൂടി ആളവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ബോധം കിട്ടി വീണാന്. എന്തായാലും ഞാൻ ആ കത്തെടുത്തു, ആരും കാണാതെ വായിച്ചു. കത്തിലെ വരികളിലൂടെ തന്നെ ദേവന് ഞാൻ എത്ര പ്രിയപ്പെട്ടതാണെന്നും എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ തീവ്രമായ പ്രണയത്തിൻ്റെ തോന്നലും ആവാം. പ്രിയപ്പെട്ട വൈകിട്ട്, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതെന്ന് തുടങ്ങി എന്നെനിക്കറിയില്ല. ഇനി ഇത് പറയാതിരുന്നാൽ തന്നെ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാവാം ഞാൻ ഈ കത്തെഴുതിയത്. തനിക്ക് എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തനിക്കതെങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും തൻ്റെ ഒരു ചിരി മാത്രം മതി എനിക്കത് മനസ്സിലാവാൻ. അന്ന് അവിടെ വെച്ച് ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥയാവാൻ തുടങ്ങി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മളിലെ ചില കുറവുകൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഭയം ജനിപ്പിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി സംസാരശേഷി ഇല്ലാത്തത് വലിയൊരു കുറവായി എനിക്ക് തോന്നി. ദേവൻ എൻ്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും
ഈ ഒരു കാരണത്തിൽ ദേവനൊരു മറുപടി കൊടുക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലാതെ അന്ന് ഞാൻ തീരുമാനിച്ചു, ഒന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ സ്നേഹം ദേവനായിട്ട് തന്നെ തിരിച്ചറിയണം, അല്ലെങ്കിൽ എന്നിൽ നിന്ന് നേരായ ഒരു മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ ദേവൻ ഈ സ്നേഹത്തിൽ നിന്ന് പിന്മാറാം. പിറ്റേന്ന് എൻ്റെ മറുപടിക്കായി ദേവൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ ശബ്ദമില്ലാത്ത ഒരു കുട്ടിയുടെ അപകർഷതാ ബോധമായിരുന്നു. ദേവനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗായകനും. തീർച്ചയായും അന്നത്തെ എൻ്റെ ഒഴിഞ്ഞുമാറൽ ദേവൻ എനിക്കിഷ്ടമല്ല എന്നുള്ള സൂചനയായിരിക്കും ആൾക്ക് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇതിനിടയിൽ പല സൂചനകളും നൽകി ദേവനെ ഞാൻ എൻ്റെ ഇഷ്ടം അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. അതിലേറ്റവും വലിയ സൂചനയായിരുന്നു ദേവൻ എന്നത് പറഞ്ഞതിന് ശേഷം എൻ്റെ മുടിയുടെ തുമ്പ് പോലും മുറിക്കാതെ ഞാനത് കൊണ്ടു നടന്നത്. എന്നാൽ ഇത്രയും നാളായിട്ട് എന്നിൽ നിന്ന് നേരിട്ടൊരു മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ ദേവൻ എനിക്ക് നഷ്ടമാവുമെന്ന് ഞാൻ പേടിക്കാൻ തുടങ്ങി. അവസാനം എൻ്റെ എല്ലാ പരിമിതികളും മാറ്റി നിർത്തി ഞാൻ എൻ്റെ സ്നേഹം ദേവനെ അറിയിക്കാൻ തീരുമാനിച്ചു. അന്ന് ദേവൻ എനിക്ക് തന്ന അതേ ചുവന്ന പാവ തന്നെ തിരിച്ച് സമ്മാനിച്ചുകൊണ്ട്. ഇത് ഇങ്ങനൊരു ചുവന്ന പാവ മീരയുടെ വീട്ടിൽ കണ്ടെന്ന് അനു പറഞ്ഞില്ലായിരുന്നു. മുഴുവൻ വായിച്ചിട്ട് വിളിക്കാം. പതിവ് പോലെ അന്നും ദേവൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദേവനെ കാണുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ചിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുറവുകളെ പറ്റിയുള്ള ചിന്ത എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അന്ന് എനിക്കത് ദേവന് നൽകാൻ പറ്റിയില്ല. എൻ്റെ സ്നേഹം അറിയിക്കാൻ പോയിട്ട് ദേവനോട് എനിക്ക് വെറുപ്പാണെന്ന് പോലും എൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ദേവനെന്ന് തോന്നിക്കാണും. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും പിറ്റേന്ന് വൈകുന്നേരം ആവാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ ആ വഴിയിലെങ്ങും ദേവൻ ഉണ്ടായിരുന്നില്ല. ഇത്ര മാസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ദേവനെ കാണാതെ ഞാൻ തിരിച്ചു പോകുന്നത്. സങ്കടം എന്തെന്ന് അറിയിക്കാതെയാണ് എൻ്റെ അച്ഛനെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് അന്ന് രാത്രി ഒത്തിരി വേദനിച്ചിട്ടാണെങ്കിലും ദേവനെ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ പതിയെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പിറ്റേന്ന് മുറിയുടെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ മനസ്സിലാതിരുന്ന ഞാൻ അച്ഛന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം പതിവ് പോലെ ക്ലാസ്സിലും അമ്പലത്തിലേക്കും പോയി. ഇന്നലെ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു കച്ചേരിക്ക് പോയായിരുന്നു. താനും കരുതി ഞാൻ ഇനി തന്നെ കാണാൻ വരില്ലെന്നോ? ഇനിയിപ്പോൾ തനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്കെന്നെ മറക്കാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ എനിക്ക് സമ്മതമായിട്ട് കരുതാലോ അല്ലേ? ജീവിതം സ്വപ്നതുല്യമായി മാറുന്ന നിമിഷങ്ങളായിരുന്നു അത്. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഓടി ദേവൻ്റെ അടുത്തേക്ക് ചെല്ലും. ദേവൻ്റെ ആ പാട്ട് കേൾക്കാൻ എത്ര കേട്ടാലും മതി വരില്ലായിരുന്നു. അത്ര സുന്ദരമായിരുന്നു ദേവൻ്റെ ആ സംഗീതവും ആ ശബ്ദവും. കഴിഞ്ഞോ? അനു, അതില്ലേ, നീ അന്ന് നമ്മൾ ആലപ്പുഴ പോയപ്പോൾ മീരയുടെ വീട്ടിലൊരു പാവേനെ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു ചെറിയ പാവ, ഒരു ചുമന്ന കളറ്, അതിൽ ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? ആ ഉണ്ടേനു. അതല്ലേ ഞാൻ അന്ന് പ്രിയക്ക് കാണിച്ചു കൊടുത്തത്. എടാ, അന്നൊരു കാര്യം ചെയ്യോ, മഹാദേവന്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ എന്നാൽ അപ്പുറത്ത് പോയിട്ട് ആളെ നമ്പർ ഒപ്പിച്ചിട്ട് പറയാം. ഓക്കേട്ടാ, ശരി ശരി. കാര്യം നടക്കും തോന്നില്ല കേട്ടാ. കാരണം മൂപ്പരൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ ആൾക്ക് സംസാരിക്കാനും കാണാനും താല്പര്യമില്ല. പക്ഷെ നമുക്കാണ് എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ വൈകാരി ഡയറി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആളങ്ങനെ ഡെയിലി വന്നിരുന്ന ഡയറി ചെയ്യുന്നൊരു ടൈപ്പ് ആയിരുന്നില്ല. കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നടന്നതിന് ശേഷം അതൊക്കെ ഒരുമിച്ചിരുന്ന് എഴുതൊരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഡയറിയുടെ ലാസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് തന്നെ +1 ചെറിയ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്നും പറഞ്ഞ.
അപ്പം അത് കഴിഞ്ഞ ആൾക്ക് എന്താ സംഭവിച്ചേക്കണേന്ന് നമുക്കറിയണം. ഇപ്പൊ വൈകിയുടെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നീ ദേവനെ കാണണമെന്ന് പറയണേ അല്ലേ? അതെ, പക്ഷെ അന്ന് വൈകിയുടെ അച്ഛനും ഞാൻ കാരണം, അതിപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും എൻ്റെ മുഖം കാരണം ഉണ്ടായ ഷോക്ക് എത്രത്തോളം എനിക്കറിയാം. അതുപോലെ ദേവനും കൂടി ഒന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി പുള്ളിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ആ ബെസ്റ്റ്. ഒന്നാമത് അയാൾക്ക് കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല എന്നാ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാളും കൂടി പോയി എന്ത് പറയാൻ അയാള്? പിന്നെയും നിന്റെ മുഖം കണ്ട അയാൾ എന്തെങ്കിലും പറയും. നിനക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ആൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടെന്നും നിങ്ങളുടെ ഈ ഒരു കണക്ഷനും പിന്നെ ഈ ഒരു ഫേസിന്റെ കാര്യം. അപ്പൊ പിന്നെ നിന്നെ കാണുമ്പോൾ ആളുടെ ഒരു ഷോക്ക് അങ്ങോട്ട് മാറി കിട്ടുമല്ലോ. ആ ഈ പറഞ്ഞ ഐഡിയ കൊള്ളാം. ആദ്യമായിട്ട് ഇവിടെ തല കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. അങ്ങനെ കൊള്ളാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെല്ലുക, എന്നിട്ട് എന്നെ വിളിക്കുന്നതെന്ന് ഓക്കേടാ. നമുക്ക് അങ്ങോട്ട് പോയി അന്വേഷിച്ചിട്ട് വീഡിയോയിലാക്കി എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ എന്തായാലും നമുക്ക് ചോദിച്ചേക്കാം. നമ്മളാവശ്യമില്ല. അതെ. എക്സ്ക്യൂസ് മീ, മഹാദേവൻ. അതെ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? എടാ നമുക്ക് പിന്നെ കാണാം. വാ. എന്താ പേര്? ഗാരി. പ്യാരേ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഇൻട്രസ്റ്റ് ഇല്ല. താല്പര്യമില്ല? ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയസ് സിറ്റുവേഷൻ്റെ ഇടയിൽ കോഴിത്തരം കാണിക്കരുത്. നിങ്ങളാരാ? എന്റെ പേര് പ്രിയ, ഇത് അനുപമ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്ത് കാര്യം? വൈകിയുടെ കാര്യം. വൈകിയെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? ഹെയർ എക്സ്റ്റൻഷൻ വഴി. വൈക മരിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു ക്യാൻസർ പേഷ്യന്റിന് മുടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേനോ? അത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിലെത്തിയത്. പക്ഷെ അത് കിട്ടിയതിന് ശേഷം നമുക്ക് സ്വസ്ഥത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവസാനം ടോർച്ചർ സഹിക്കാൻ പറ്റാണ്ട് ചോദിച്ചും പിടിച്ചും വൈകേൻ്റെ വീട് വരെ എത്തി. അവിടുന്ന് കിട്ടിയ സൂചനയായിരുന്നു നിങ്ങളുടെ ഫോട്ടോവും പേരും അടങ്ങിയിട്ടുള്ള വൈകയുടെ ഡയറി. അങ്ങനെ നിങ്ങളെ മുമ്പിൽ എത്തിയത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വൈകിയുടെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. അതിനെന്തോ ഇവിടെ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഇവിടം വരെ ഞങ്ങൾ സ്റ്റക്കാണ്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും അടുത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരും. പ്ലീസ് ഞങ്ങളെ കൈവിടരുത്. പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്. നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലക്കാട് നിങ്ങോട്ട് വന്നേ. ഇനിയും ഓരോന്ന് ഓർമ്മിപ്പിച്ച് എന്നെ വേദനിപ്പിക്കരുത്. മഹാദേവ പ്ലീസ്, നമ്മളെ സഹായിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, പ്രത്യേകിച്ച് സാറ. ആരേ സാറാ? സാറ വൈകിയുടെ ഒരു സിസ്റ്ററായിട്ട് വരും. നിങ്ങൾ ഈ പറയുന്ന എൻ്റെ വൈകിനെ പറ്റി ആയിരിക്കില്ല. വൈകിക്ക് അങ്ങനെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന അച്ഛനാ, പിന്നെ ഞാനും. അത് നിങ്ങളുടെ അറിവില്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നാം, പക്ഷെ അതാ സത്യം. വൈകിയുടെ മുത്തച്ഛന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിലുണ്ടായ മകനും വൈകിയുടെ അച്ഛനും ഒരേ മുഖച്ഛായ. അതിനേലൊക്കെ അതിശയം അവരുടെ മക്കൾക്കും ഒരേ മുഖച്ഛായയാണ്. അതായത് വൈകിക്കും സാറയ്ക്കും ഒരേ മുഖമാണ്. നിങ്ങൾ എന്ത് പ്രാന്തൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഒന്ന് പോവോ? നീ പോയി സാറേനെ വിളിക്കും. അല്ലാണ്ട് ഈ പുള്ളി സഹകരിക്കും തോന്നില്ല. ശരിയടാ, ഞാൻ വിളിച്ചിട്ട് വരാം. ദേവൻ. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുവൂതും ചൈത്രവേണുവൂതും മധുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നുള്ളത്? ഇവളുടെ ഈ മുഖം കാണിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാനോ ഒന്ന് ഓർമ്മിപ്പിക്കാനോ വേണ്ടി ചെയ്തതല്ല. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ആ +1 ചെറിയ വെക്കേഷനിൽ വൈകിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാം.
കാരണം അതുവരെയുള്ള കാര്യങ്ങളെ വൈഗ അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകയുടെ വീടിന്റെ തൊട്ടടുത്ത മീരയുടെ അമ്മ വീട്. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ മീര എപ്പോഴും വൈകയുടെ കൂടെ ഉണ്ടാവും. വൈകക്ക് മീരയെ ഭയങ്കര കാര്യമായിരുന്നു. വൈകക്ക് മാത്രമല്ല, വൈകയുടെ അച്ഛൻ. വൈകയുടെ പല ആഗ്രഹങ്ങളും മീര വഴിയാണ് അച്ഛൻ്റെ അടുത്തുനിന്ന് സാധിച്ചെടുത്തിരുന്നത്. മീര ഒരു പ്രത്യേകതരം ക്യാരക്ടറായിരുന്നു. മറ്റാരോടും സംസാരിക്കാത്ത ഒരു ടൈപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇഷ്ടം പറയാൻ വേണ്ടി വൈക മീരയും കൂട്ടി ഒരു ദിവസം വരുന്നത്. ഇന്ന് നമുക്കൊരാളെ കാണാൻ പോവാന്നാ. ആരെ? പോയി വന്നിട്ട് പറയാന്നാ. വേണ്ട, എനിക്കിത് മതി. ഞാൻ ഇതില് കംഫർട്ടാ. ഇത് മതി. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ച വൈകയുടെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടല്ലോ. ഒരാൾക്ക് വേണ്ടി വളർത്തണേന്നോ? ആർക്ക് വേണ്ടി? ദേവൻ. മീര. പിന്നെന്താ? മീരക്ക് ഇത് പാട്ടാ കേൾക്കണ്ടേ? ഭാഗ്യങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന? നിങ്ങൾ തമ്മിൽ എന്താ? മീര, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. തന്നോട് പറയാനും ഒരു സഹായത്തിന് വേണ്ടി വിളിച്ച്. ഭാഗ്യങ്ങ് വന്നേ. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ വൈക? നിനക്ക് എന്ത് ധൈര്യം വേണം? ആ പാവ അച്ഛനെ പറ്റി ഓർത്താ? ആകെ +1 ആയിട്ടുള്ളൂ. ഞാനിത് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. മാറി നിൽക്ക് വൈക. ഇതിനാണ് നീ എന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത്. നിനക്ക് നിന്റെ അച്ഛനോട് ഒരു തരി സ്നേഹം പോലും ഇല്ല. പാവം മനുഷ്യൻ. ഭാര്യ മരിച്ചിട്ട് പോലും നിന്നെയൊക്കെ പൊന്നുപോലെ നോക്കിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഇപ്രാവശ്യത്തേക്ക് ഞാനത് വിടാം. പക്ഷെ മേലെ നിങ്ങൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല. അതിപ്പോ ഞാൻ ഇവിടുന്ന് പോയാലും. സത്യം ചെയ്യ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല മീരയുടെ പ്രതികരണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലും മീരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വൈകയെ കാണുന്നത്. എന്തിനു പറയണം, ഞങ്ങൾ കോണ്ടാക്ട് ഒന്ന് മേടിച്ചിട്ട് വൈകയുടെ ഫോൺ വരെ മീരയെ സൂക്ഷിച്ചിരുന്നു വെച്ച്. പോട്ടെ, സാരമില്ല, താൻ കരയണ്ട. മീര കുറച്ച് ദിവസം കഴിഞ്ഞ് പോവല്ലോ, നമുക്കതിന് മനസ്സമാധാനം സംസാരിക്കാം. തൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് അയക്കുന്ന മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യുന്നില്ലേ? താൻ എന്തിനേക്ക് അറിയുന്നേ? എടോ, താൻ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? അത് തനിക്ക് തോന്നുന്ന മീരയ്ക്ക് തന്നോടുള്ള സ്നേഹമുള്ളതുകൊണ്ടുള്ള കരുതൽ അതൊക്കെ. എടോ, താൻ കരയാതെ ആ കണ്ണുകൊടുക്ക്.
പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ അമ്പലത്തിൽ വെച്ചാണ് കാണുന്നത്. അന്ന് കാണുമ്പോൾ വൈകയുടെ മുടി പകുതിയോളം മുറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മീര കാണാതെ ഒരു കത്ത് എനിക്ക് തന്നിട്ടാ വൈക പോയത്. ആ കത്തിലുണ്ടായിരുന്നു വൈക മുടി മുറിക്കാനുള്ള കാരണം. നീ അവനോടിയൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയത് ഞാൻ ഈ ഫോണിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ കാണിക്കാൻ പോണേ. മോള് വഴിതെറ്റി പോണത് അച്ഛനും കൂടി ഒന്ന് അറിയട്ടെ. നീ എന്ത് മനസ്സിലാക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയണത്? വൈക, ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ നിന്നെ ഇഷ്ടപ്പെട്ടേക്കണം നിന്റെ ബാഹ്യമായ പലതും കണ്ടിട്ടായിരിക്കാം. അവൻ നിന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നിന്നെ ഇട്ടിട്ട് പോകും. വൈക, ദേവനെ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടാണെന്നല്ലേ? ഞാൻ ഈ വീഡിയോ നിന്റെ അച്ഛനെ കാണിക്കും, എന്നിട്ട് ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ. പാവം മനുഷ്യൻ, അവിടെ ഒന്നും അറിയാതെ മോക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കണേ. നീ പറയേ, ഇത് ഞാൻ അച്ഛനെ കാണിക്കണോ വേണ്ടേ? ശരി, പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം നീ അനുസരിച്ചേ പറ്റൂ. എന്തായാലും കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഈ മുടി മുറിക്കണം. വേറൊന്നിനും വേണ്ടിയല്ല, നിന്റെ ഈ ബാഹ്യരൂപം കണ്ടാണ് അവൻ നിന്റെ പുറകെ നടക്കണേന്ന് നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം. എന്താ പറ്റൂലല്ലേ? എന്നെ പിന്നെ ഇതിപ്പോ തന്നെ അച്ഛനെ കാണിച്ചേക്കാം. അച്ഛനും കൂടി അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ തോന്നിയ അവസ്ഥയിൽ ജീവിക്കാലാ. അല്ല, പെട്ടെന്ന് ഒരു ദിവസം മുടി മുറിച്ചു കളഞ്ഞപ്പം വൈകേന്റെ അച്ഛൻ അങ്ങനെ സംശയം തോന്നിയില്ലേ? വൈകയുടെ മുറിച്ച മുടി ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊടുത്ത് അത് അച്ഛനൊരു സേവനമായിട്ട് കരുതിയിട്ടുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ആ കത്ത് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അത് മീര കാരണം വൈക മുടി മുറിച്ചുകൊണ്ടൊന്നുമില്ല, എന്നെ മീര എങ്ങനെയാണല്ലോ മനസ്സിലാക്കിയെന്ന് ഓർത്തിട്ട്. വൈകയുടെ മുടിയെന്നല്ല, എന്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ലായിരുന്നു. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ കത്തിന് മറുപടിയായിട്ട് ഞാൻ തിരിച്ചൊരു കത്ത് വൈകക്ക് എഴുതി. ആ കത്തിന് ശേഷം മീരയ്ക്ക് എന്നോടുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും മാറി. പിറ്റേ ദിവസം മീരയും വൈകിയും കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മീര ഞങ്ങളുടെ ബന്ധത്തിന് എല്ലാം സപ്പോർട്ട് ചെയ്യാമെന്ന് ഉറപ്പ് നിന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് വൈകിനെ അത്രയും സന്തോഷിച്ച് നടന്നു. പക്ഷേ അത് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വൈകിട്ട് എന്താ പറ്റിയേ? ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ? ക്യാൻസർ ആണെന്നാണല്ലോ വൈകിയുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനൊരു കാരണത്തിലാണ് മരിച്ചതെന്ന് പറയാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടായി കാണും. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വിഷം ഉള്ളിച്ചെന്നതാ മരണ കാരണം. ഈ കാര്യങ്ങളൊക്കെ അവരെ അടുത്തറിയാമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കണം കൂടുതലാരും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. അല്ല, വൈകി എന്തിനാ ഇത് ചെയ്തെന്നുള്ളത് ദേവൻ അന്വേഷിച്ചില്ലേ? ആരോട് അന്വേഷിക്കാൻ? സ്വന്തം അമ്മയും ഭാര്യയും മകളെയും നഷ്ടപ്പെട്ട അച്ഛൻ്റെ അടുത്തോ? മാത്രമല്ല, വൈക മരിച്ചെന്ന് വിശ്വസിക്കാനല്ല എനിക്കിഷ്ടം, ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാ. അല്ല ദേവാ, ഈ തലേ ദിവസം വരെ നല്ല സന്തോഷത്തിലായിരുന്ന വൈക പെട്ടെന്ന് ഇല്ലാണ്ടായപ്പം അതെന്താ കാരണം എന്ന് ദേവൻ അറിയണമെന്നുണ്ടായിരുന്നില്ലേ? ഓരോ കുടുംബത്തിലും അവർ പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇത് അതുപോലെ എന്തെങ്കിലും ആണെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. അതറിഞ്ഞപ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിച്ചതെന്നറിയില്ല. അത് താങ്ങാനാവാതെ. അല്ല, വൈക ആത്മഹത്യ ചെയ്യാൻ മാത്രം അച്ഛൻ ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? അത് നിങ്ങൾക്ക് വൈകിനെ പറ്റി കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ഡെസ്പോന്ന് ഇടയപ്പം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എൻ്റെ തോന്നലുകളാ. എന്താ സത്യമൊന്നും എനിക്കറിയില്ല, കൂടുതൽ അന്വേഷിക്കാൻ നിന്നിട്ടുമില്ല. ദേവൻ സോറി, പിന്നെയും ഓരോന്ന് ഓർമ്മിപ്പിച്ച് വേദനിപ്പിച്ചതിന്. ഞങ്ങളെന്നാ പോണേ. സാറാ, ആ ഹെയർ എക്സ്റ്റൻഷനില് വൈകിയുടെ മുടിയാണെന്നല്ലേ പറഞ്ഞേ? അതെ. അതിനെത്രാന്ന് വെച്ചാൽ ഞാൻ തരാം. എനിക്കത് തരുമോ? അതെന്തായാലും വേണ്ട ദേവ. അത് ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അതിനുവേണ്ടി നിങ്ങൾ ഒരു രൂപയും തരയും വേണ്ട.
പക്ഷെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ ഇങ്ങനൊരു ജീവിതം ജീവിക്കണം എന്നായിരിക്കില്ല വൈകി ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആ മുടി ഇയാളെ ഏൽപ്പിച്ച വൈകിനെ കുറിച്ചുള്ള തൻ്റെ ചിന്ത കൂട്ടുള്ളൂ. അത് വേണ്ട. എന്തായാലും പോയവർ പോയി. ഇനി അത് തന്നെ ചിന്തിച്ചിരുന്നുകൊണ്ട് ഇയാൾ സ്വന്തം ജീവിതം ഇങ്ങനെ പാഴാക്കി കളയരുത്. അത് ഇവള് പറഞ്ഞത് ശരിയാണ് ദേവൻ. ചിലപ്പോൾ ഞങ്ങളിവിടെ വന്നതുപോലും വൈകിക്ക് ഞങ്ങളിലൂടെ ഇത് തന്നോട് പറയണമെന്നുണ്ടാവും. അതാവും. നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് വൈകിനെ എന്നെ കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ ഇത് തന്നില്ലെങ്കിൽ കൂടി ഇനിയുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്കത് തരണം. നമുക്കെന്നത് കൊടുത്തേക്കാം. ചിലപ്പോൾ ഇത് ഏൽപ്പിക്കലായിരിക്കും വൈകേൻ്റെ ലക്ഷ്യം. ഞങ്ങളെന്നത് കൊണ്ടുവന്നേക്കാം. എടാ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടടാ. അപ്പൊ ആ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല നീ വൈകിയായിരുന്നെങ്കിലെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. എനിക്കതല്ല, ഇത് തന്നെയായിരുന്നു വൈകിയുടെ ലക്ഷ്യം. എന്തോ ഒരു മിസ്സിങ് പോലെ. നീ ഇത് ഒരുപാട് കാടി ചിന്തിക്കാൻ നിൽക്കണ്ട. ഇതാണ് വൈകിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. മറിച്ചാണെങ്കിൽ ഇനിയും വൈകി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. അത് ഉറപ്പാണ്. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നാളെ പുള്ളിക്ക് ആ ഹെയർ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് കൊടുക്കാം. അല്ല, പൈസ ചോദിക്കാൻ ആ പലിശ പൈസ ഞാൻ തന്നേക്കാം. അതായാലും മതി. എടാ, ഞാനേ ഈ ഹെയർ എക്സ്റ്റൻഷൻ നാളെ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് തരാട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയി കൊടുത്തു ആൾക്ക്. ഇല്ല മോളെ, ഇനി ചുമ്മാ പിന്നെ എൻ്റെ മുഖം കണ്ട ആൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട. ശരി. ഈ ഹെയർ എക്സ്റ്റൻഷൻ പുള്ളിനെ ഏൽപ്പിക്കൽ തന്നെയായിരുന്നു നിന്റെ ലക്ഷ്യം. അതിനാണ് നീ ഞങ്ങൾ ഇത്രയിട്ട് ഓടിച്ചത്. ഇതാണ് വൈകിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. മറിച്ചാണെങ്കിൽ ഇനിയും വൈകി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. അത് ഉറപ്പാണ്. എന്തെങ്കിലും ആവട്ടെ. സാറെന്തി? ഒന്നുകൂടി ഓളെ മുഖം കണ്ട് നിങ്ങൾക്ക് വിഷമാണ്ടിട്ട് ആൾ വന്നില്ല. ദേവ, ഇന്ന ഞങ്ങളെന്നാ പൊക്കോട്ടെ ദേവ. ശരി. Thank you.